മഹാഭാരത യുദ്ധം കഴിഞ്ഞു. സിംഹാസനത്തിൽ പഞ്ചപാണ്ഡവർ സ്ഥാനം ഉറപ്പിച്ചു. ബന്ധുമിത്രാദികൾ, പുത്രന്മാർ എല്ലാവരും ഇഹലോകവാസം വെടിഞ്ഞിരിക്കുന്നു. എന്തിനു വേണ്ടിയായിരുന്നു ഈ യുദ്ധം? ചോദ്യങ്ങൾക്കൊടുവിൽ അവർ യുധിഷ്ഠിരന് പിന്നാലെ യാത്ര തിരിച്ചു. 5 സഹോദരങ്ങൾക്കും ദ്രൗപദിക്കും പിന്നാലെ മരണത്തിന്റെ രാജാവായ യമദേവൻ ഒരു നായയുടെ രൂപത്തിൽ അനുഗമിച്ചു. സ്വർഗാരോഹണം. വന്നിരിക്കുന്ന 67% കടന്നിരിക്കുന്നു. കേരളത്തിന്റെ വോട്ടിംഗ് ശതമാനം 67.27 അതാണ് പോളിംഗ് ശതമാനം. ഏറ്റവും ഒടുവിലുള്ള വോട്ടിംഗ് പെർസെന്റേജ് വരുമ്പോൾ തിരുവനന്തപുരം 64.40, ഏറ്റവും കൂടുതൽ. ഒരുപക്ഷെ പോളിംഗ് ശതമാനം നല്ല കുറവാണല്ലോ. നല്ല മഴ വരുന്നുണ്ട്. വൈകിട്ട് വോട്ടിടാന്ന് ഇടാതെ പോവും. ഇപ്പൊ തന്നെ 3/4 വോട്ട് തീർന്നു. പിന്നെ മഴയും കൂടെ അല്ലേ, അതിന്റെ ഒരു ദിവസം പോയി. അവ അവിടെ ഊതിയിരിക്കല്ലേ, അവനൊന്ന് വിളിച്ചു നോക്കാം. നീ എവിടാ? തിരക്കുണ്ടായിരുന്ന ബൂത്തില്? എന്നാ നീ ഇങ്ങോട്ട് ക്ലബിലോട്ട്, നമ്മളോട് ഉണ്ട്. ഞാൻ ക്ലബിലോട്ട് വരാം. ഓ ശരി. ഇത്തവണത്തെ പോളിംഗ് ശതമാനം കണ്ടിട്ടേ മിനിമം 4 സീറ്റെങ്കിലും കേരളത്തിൽ നമ്മൾ പിടിക്കും. എടാ, കേരളം ഒന്ന് പറയാൻ മാത്രമേ നിങ്ങളെ കൊണ്ട് പറ്റുള്ളൂ, അല്ലാതെ തേങ്ങയും നടക്കാൻ പോകില്ല. ശരി ശരി, കാണാം കാണാം. കേരളം ഒന്ന് പറയാൻ മാത്രമല്ല, അത് ചെയ്യാനും നമ്മളെ കൊണ്ട് പറ്റും. ആ വന്നാ എടാ, ഇത് നന്നാക്കാൻ വേണ്ടി റോഡ് കുഴിച്ചിട്ടേക്കാം. നീ നന്നാക്കണമെന്ന് പറയണ്ട, അതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. എടാ നിന്റെ പദ്ധതി എന്തെങ്കിലും മനസ്സിലായി? ആ പശുക്കൾക്ക് ആശുപത്രി ഉണ്ടാക്കി കൊടുക്കണത്, ആംബുലൻസ് ഉണ്ടാക്കി കൊടുക്കണം നിന്റെ പദ്ധതി. ആ പദ്ധതിയെ കുറിച്ചൊന്നും നീ പറയണ്ട. ചുമ്മാ ആവശ്യമില്ലാതെ ക്രെഡിറ്റ് എടുക്കാൻ പറയല്ലേ ഈ പണിയെ കുറിച്ച്. അതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ. നീയല്ലേ ആദ്യം തുടങ്ങി വെച്ചു. നമ്മളെന്തോ പറഞ്ഞു? നമ്മള് മര്യാദക്ക് ചാനലും കണ്ട് റിവ്യൂ കണ്ട് ന്യൂസ് കേട്ടിരുന്നത്. Darkness fills the air, political lies. ഇത് മായനല്ലോടാ. എന്താന്നടാ? അല്ല, മറ്റേ ഇലക്ഷൻ ഇത് മഷി ഉണ്ടല്ലോ, അത് പോണില്ല. അതൊരു 1.5 മാസം എടുക്കും. എന്താണ് ഒരു ക്ഷീണം? അവിടെ പോയിരുന്നു. ഒന്നും പറയണ്ടാ, ഇതിൽ പശുക്കൾ ഭയങ്കര കരച്ചില്. എന്താ അറിഞ്ഞൂടാ, നീ തീനം കാണും. നിനക്ക് എന്താ എന്നെ കാണുമ്പോ ഇത്ര ചോറി? ചോറി? എന്ത് ചോറി? ചുമ്മാ ഇരിയടേ. അല്ലടാ, അവൻ കുറെ ദിവസം ഉണ്ട് ചുമ്മാ പശുവിന്റെ ചാണകം, ഗോമൂത്രം എന്നൊക്കെ പറഞ്ഞു നമ്മളെ. നീ ചുമ്മാ അനാവശ്യം പറയടാ, പറയും. എന്റെ വിശ്വസത്തിന് ആര് പറഞ്ഞാലും എനിക്കത് കൊള്ളും. നീ ആ രീതിയിലാണ് പറഞ്ഞെങ്കിൽ അത് ശരിയായില്ലടാ. മിറായി, നീയൊക്കെ 2 ഒറ്റക്കെട്ടാണ്. ആൾക്കാരെ കണ്ട് പൊടിയിടാൻ വേണ്ടി 2 ആൾക്കാരുടെ കണ്ണി പൊടിയിടുന്ന ആരാണെന്ന് നമുക്കറിയാം. വെറുതെ ഇവിടെ മാത്രം ഒതുങ്ങിപ്പോയത്. ഇവിടെയെങ്കിലും ഉണ്ടല്ല, അത് മതി, സഹിച്ച്. എടാ, അതൊന്നും അധികകാലം കാണൂല. ജനങ്ങൾ നിന്നെയൊക്കെ താഴെ ഇറക്കും. എടാ, സത്യം പറയല്ല, കേരളം ഇതുവരെ കണ്ടില്ലാത്ത അഴിമതിയാണ് നീയൊക്കെ കാണിക്കുന്നത്. അഴിമതി കിടന്ന് കൊണക്കെ നിന്റെ വല്ല തെളിവുണ്ടാ? പിന്നെ വിശ്വാസം ചോദ്യം ചെയ്യണം നിങ്ങളാണ്. എടാ, ദൈവവിശ്വാസം ഇല്ലാത്ത നീ അന്ന് വിശ്വാസത്തെ പറ്റി എന്നെ പഠിപ്പിക്കേ. വിശ്വാസത്തെ പറ്റി നീയും കൂടുതലൊന്നും പറയണ്ട. നീയെങ്കിലും എപ്പോഴെങ്കിലും ന്യൂനപക്ഷണം മാനിച്ചിട്ടുണ്ടോ? അത് മാനിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ രാജ്യത്തെ അധികാരത്തിൽ നമ്മൾ തുടരുന്നത്. അല്ലാതെ വിദ്യാഭ്യാസം കൊടുക്കാത്തതുകൊണ്ടല്ല. നോർത്തിൽ നിന്ന് വെന്തര കണക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാം. ഇപ്പം നോർത്തായാലും സൗത്തായാലും ഭരണം ഞങ്ങളതിലാണ്. ഭരിക്കടാ, ഭരിച്ച് മുടിക്ക്. അവസാനം ജനങ്ങൾക്ക് ബോധം വഴി നീ നിന്റെ പട്ടികളെ നശിക്കും. ആദ്യം നിന്റെ ബോധം വരുത്ത്. പിന്നെ കാശ് കൊണ്ട് മറുകണ്ണം ചാടി ഇന്ത്യ നിങ്ങളുടെ കയ്യിൽ നിന്നല്ലേ ഉള്ളൂ. എടാ, നീ അത് കേരളത്തിനേരേക്ക് എന്നിട്ട് മതി എന്നെ ഉപദേശിക്കരുത്. കേരളം നന്നാക്കാറിയടാ, അതുകൊണ്ടാണ് ജനങ്ങൾ പിന്നെ ഞങ്ങളെ തന്നെ തിരഞ്ഞെടുക്കണത്. പിന്നെ ജാതി, മതം, ദൈവം ഇതിനൊക്കെ കൂട്ടുപിടിച്ച് 2 കൂടെ ഇന്ത്യ നശിപ്പിച്ചോ? എടാ, നീ വിശ്വസിക്കാതിരിക്കണ അവകാശം പോലെ വിശ്വസിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. അതാദ്യം നീ മനസ്സിലാക്കും. നീ വിശ്വസിച്ചോ? ആ വിശ്വാസം ന്യൂനപക്ഷത്തെ അടിച്ചേൽപ്പിക്കാൻ നിൽക്കണ്ട. അതിന്റെ ബോധമില്ലായ്മയാണ്. ഓ, നിനക്ക് നിന്റെ വീട്ടുകാർക്കും പാർട്ടിക്കാർക്കും മാത്രമല്ല ബോധമുള്ളൂ. ഞങ്ങളൊക്കെ വെറും പൊട്ടന്മാരാണ്. വീട്ടുകാരെ പറയണ. നീ എന്റെ ദേഹത്തോടാറായടാ. നീ എണ്ണി വെച്ചോ?
വേണ്ട പെൻസിൽ falling from the sky. Darkness fills the air. Political lies. We're caught up in despair. Apocalyptic scenes. No one seems to care. The world is on fire. Can we find a repair? Leaders preaching peace, but it's just a facade. Power and corruption, the truth has been lost. പറയാണ്ടാ പശുക്കൾ ഭയങ്കര കരച്ചിൽ എന്താ അറിഞ്ഞൂടാ ദീനം കാണാൻ. Symphony of fear, the end is near. Can we escape from here? Apocalypse now, the world in flames. Will we rise above or be consumed by the flames beneath the orchestral score? Our fate is in our hands. Together we stand in this grand symphony of the end. യുദ്ധം ചെയ്ത് നേടിയതെല്ലാം ഉപേക്ഷിച്ച് പാണ്ഡവർ ആ നായയോടൊപ്പം പരലോകത്തേക്ക് നടന്നു നീങ്ങി.